നമസ്കാരം. ക്ഷേത്രത്തിൻ്റെ പ്രവൃത്തികളൊക്കെ ആ ക്ഷേത്രത്തിലെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞാനിങ്ങനെ വീട്ടിലേക്ക് വരുന്ന വഴിക്ക് ഒരു കനാലുണ്ട്. ആ കനാൽ തിട്ടയിൽ ധാരാളം പുല്ലിങ്ങനെ നിൽക്കുന്നതാണ് കാണുന്നുണ്ടല്ലോ നമ്മൾ. ധാരാളം പുല്ലുകളിങ്ങനെ നിൽക്കുന്നതാണ്. അപ്പോൾ എപ്പോഴും അരിവാൾ നമ്മുടെ കയ്യിലുണ്ടാവും. അപ്പോൾ അരിവാളൊക്കെ എടുത്ത് അന്നേരം നമ്മൾ വണ്ടി അങ്ങ് സ്റ്റോപ്പ് ചെയ്ത് അരിവാളൊക്കെ പെട്ടെന്ന് അങ്ങോട്ട് എടുത്ത് ഈ പുല്ലരിയാനായിട്ട് അങ്ങോട്ട് തുടങ്ങും. കാണുന്നുണ്ടല്ലോ, ഓരോ സ്റ്റെപ്പായിട്ട് ഇങ്ങനെ അരിഞ്ഞ് വെച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ വീട്ടിൽ 4 പേരുണ്ടല്ലോ, അവർക്ക് വേണ്ടിയിട്ടുള്ള സാധനമാണിത്. അപ്പോൾ ഇതുകൊണ്ട് 2 കാര്യമാണ്. സ്വച്ഛ് ഭാരത് കൊണ്ട് റോഡിൻ്റെ സൈഡിൽ പുല്ല് നിൽക്കുന്നതിനെ നമ്മൾ അരിഞ്ഞു മാറ്റുമ്പോൾ ഈ ഇതിലേക്കൂടെ യാത്ര ചെയ്യുന്ന ആളുകൾക്ക് ധാരാളം ഉപകാരപ്രദമാകും. പിന്നെ എൻ്റെ വീട്ടിൽ നിൽക്കുന്ന നാൽക്കാലികളായിട്ടുള്ള അല്ലെങ്കിൽ ഗോമാതാവിനും അല്ലെങ്കിൽ പശുക്കൾക്ക് അതൊരു ഗുണമുണ്ടാവും. അവർക്ക് അവരുടെ അന്നത്തെ അഷ്ടി നടക്കുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ ഒരു പ്രവൃത്തി ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളതൊരു വലിയ കാര്യമായിട്ടാണ് ഞാൻ കാണുന്നത്. പിന്നെ അപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ പലരും ഇപ്പോൾ കഴുതകളെയൊക്കെ വളർത്തുന്നത് എങ്ങനെയാണ്? അവരുടെ നല്ല യൗവന കാലഘട്ടത്തിൽ അവർ നല്ല ഭാരമൊക്കെ എടുത്ത് അവരെ സഹായിക്കും. അത് ഉടയനെ സഹായിക്കും. അവസാനം എന്നെങ്കിലും ഒരു ദിവസം അവൻ്റെ ശരീരം ക്ഷയിച്ച് അവനൊന്ന് തറയെ വീണ് കഴിഞ്ഞാൽ യജമാനൻ തീർച്ചയായിട്ടും അവനെ ഓടക്കുഴിയിലോട്ട് തള്ളിക്കളഞ്ഞിട്ട് അടുത്ത പുതിയൊരു കഴുതയെ എടുത്ത് അയാൾ മേടിച്ച് അയാളുടെ പ്രവൃത്തി ആരംഭിക്കും. അപ്പോൾ അത്രയും നാൾ വളരെ സന്തോഷപൂർവ്വം ആ യജമാനു വേണ്ടിയിട്ട് ആ പണിയെടുത്ത ആ കഴുതയുടെ അവസാന കാലഘട്ടത്തിലെ അവൻ്റെ ചിന്താഗതികളൊക്കെ എപ്രകാരമായിരിക്കും എന്ന് നാം ചിന്തിക്കേണ്ടതുണ്ട്. ഇപ്രകാരമാണോ ഈ ജീവിതചക്രം തിരിക്കേണ്ടത് എന്നുള്ളത്, ഈ നാടിൻ്റെ ഗതിവിഗതി ഇങ്ങനെ ആയിരിക്കണമോ എന്നുള്ളത് നാം ചിന്തിക്കേണ്ടതുണ്ട്. അവരും നമുക്ക് വേണ്ടി ജീവിച്ചവരാണെന്നുള്ള ബോധത്തോടു കൂടി അവരെ ജീവിതാവസാനം വരെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ ബാധ്യതയല്ലേ എന്ന് ചിന്തിക്കേണ്ടതുണ്ട്. അങ്ങനെയല്ലേ? എൻ്റെ ഒരു അഭിപ്രായമാണ്. എന്താ നിങ്ങളുടെ അഭിപ്രായം?